ഇവിടെ ഒരു മുത്തശ്ശനെ കാണാൻ കുറച്ച് പിശകായത് കാരണം അതിലൂടെ പോകുന്ന കുട്ടികൾ മുതൽ സ്ത്രീകൾ വരെ അവരുടെ മുഖം മറച്ചു വെക്കുന്നു. എന്നാൽ ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് പോകുന്ന 3 കുട്ടികൾ ആ മുത്തശ്ശന്റെ വീട്ടിൽ അയാളെ കാണാത്തത് കാരണം അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ അവർ സന്തോഷത്തോടെ അയാളുടെ പണി സാധനങ്ങൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ മുത്തശ്ശൻ അവിടേക്ക് വന്ന് അയാളെ കണ്ടതും അവർ ഓടിപ്പോകുന്നു. ഇതേ സമയം കൂട്ടത്തിൽ ഒരു പയ്യൻ ആ മുത്തശ്ശന്റെ മുന്നിൽ വീണ് ആ പയ്യന്റെ അച്ഛനും അമ്മയും ആ നാട്ടിലെ ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തി എന്റെ പയ്യൻ 3 ദിവസമായി ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിക്കുന്നില്ല, അതിന് കാരണം ആ മുത്തശ്ശനാണെന്ന് പറയുന്നു. എന്നാൽ ആ ഗ്രാമത്തലവൻ ആ മുത്തശ്ശനെ വിളിപ്പിച്ച് നിനക്കൊന്നും ബുദ്ധിയില്ലേ, ചെറിയ കുഞ്ഞുങ്ങളോടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാളെ നാണം കെടുത്തുന്നു. എന്നാൽ അന്നവിടെ ഒരു വലിയ പരിപാടി നടക്കുന്നത് കാരണം എല്ലാവരും അവിടേക്ക് പോയതും ആ പയ്യന്റെ അച്ഛനാണെങ്കിൽ ആരും കാണാതെ ആ മുത്തശ്ശന്റെ വീടിന് തീയിടുന്നു. അവിടേക്ക് പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ ആ ഗ്രാമത്തലവൻ അതിനെക്കുറിച്ച് അയാൾക്ക് ഒരു പിടിയുമില്ല എന്ന് പറയുന്നു. എന്നാൽ അത് അവിടം കൊണ്ട് നിൽക്കാതെ ആ പ്രായമായ മുത്തശ്ശൻ കാട്ടിലേക്ക് ചെന്നതും ആ പയ്യന്റെ അച്ഛനാണെങ്കിൽ ആരും കാണാതെ അവിടേക്ക് വന്ന് പിന്നിൽ നിന്നും ആ മുത്തശ്ശന്റെ തലക്കടിക്കുന്നു. എന്നാൽ അതിലൂടെ വന്നൊരു സ്ത്രീയാണെങ്കിൽ ആ മുത്തശ്ശനെ കുറിച്ച് വെള്ളമെല്ലാം കൊടുത്ത് അയാളുടെ ജീവൻ രക്ഷിക്കുന്നു. അങ്ങനെ അവിടെ നിന്നും എഴുന്നേറ്റ മുത്തശ്ശനാണെങ്കിൽ ആ പയ്യന്റെ വീട്ടിലേക്ക് ചെന്ന് അവന്റെ അമ്മ നോക്കി നിൽക്കെ തന്നെ അവരുടെ വീട്ടിൽ കയറി വാതിലടക്കുന്നു. ആ പയ്യന്റെ അച്ഛനും ഇതേ സമയം അവിടേക്ക് വന്ന് എന്റെ മകനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ആ വാതിൽ കുത്തി തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവരുടെ മകനാണെങ്കിൽ ഇപ്പോൾ അവരോട് സംസാരിക്കാൻ ആരംഭിക്കുന്നു. കാരണം അന്നാ പയ്യൻ നിലത്ത് വീണപ്പോൾ അയാൾ അവനെ ഒന്നും ചെയ്യാതെ അവന്റെ മുട്ടിൽ മരുന്നെല്ലാം വെച്ചു കൊടുത്ത് അവനെ വീട്ടിലേക്ക് വിട്ടതാണ്. എന്നാൽ അവൻ എന്തോ അസുഖം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാണ് കാട്ടിലേക്ക് ചെന്ന് കുറച്ച് പച്ചമരുന്നുമായി വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കി അയാൾ അവരുടെ സമ്മതമില്ലാതെ വീട്ടിലേക്ക് ചെന്ന് ആ പയ്യന്റെ ജീവൻ രക്ഷിക്കുന്നതും.